സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജാതി കണക്കെടുപ്പും സെൻസസിനൊപ്പം നടക്കും. 1931 ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്ത് ജാതി കണക്കെടുപ്പ് നടത്തുന്നത്. ധനസുമോദ് ചേരുന്നുണ്ട്. വളരെ കാലമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആവശ്യമായിരുന്നു ജാതി കണക്കെടുപ്പ് നടത്തുക എന്നുള്ളത്. അതിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം ആയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ. വിവരങ്ങൾ നൽകൂ സുമോദ്. നൗഫൽ പറഞ്ഞ പോലെ തന്നെ ഏറെ നാളത്തെ ഒരു വാദത്തിന് ശേഷമാണ് ഇപ്പോൾ സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2027 മാർച്ചിൽ അവസാനിക്കുന്ന തരത്തിലാണ് സെൻസസ് നടക്കുന്നത്. 2 ഘട്ടമായിട്ടായിരിക്കും സെൻസസ് നടക്കുന്നത്. ഈ കണക്കെടുപ്പിന് വേണ്ടി 34 ലക്ഷം പേരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അത് പ്രധാനമായും സ്കൂൾ അധ്യാപകരെയായിരിക്കും ഈ കണക്കെടുപ്പിന് വേണ്ടി വീട് കയറി ഇറങ്ങി ഉള്ള സെൻസസ് നടപടികൾ എടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1931 ശേഷം ആദ്യമായി ജാതി കണക്കെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. നിലവിൽ 2011 ഏറ്റവും ഒടുവിൽ സെൻസസ് നടത്തുന്നത്. ആ സെൻസസ് അനുസരിച്ച് തന്നെ ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തേണ്ടത്. അത് 2021 നടത്തേണ്ടതായിരുന്നു. പക്ഷേ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീണ്ടുപോവുകയായിരുന്നു. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷമാണ് നിരന്തരം ആവശ്യമുയർത്തുകയും ഇവിടെ വലിയൊരു ഒളിഗാർക്കിയാണ് നടക്കുന്നത്. ഒരു കാരണവശാലും ജാതിക്കനുസരിച്ചുള്ള ഒരു പദവികൾ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് കൃത്യമായി പിന്നോക്ക വിഭാഗം ഉൾപ്പെടെയുള്ളവർ അവർക്ക് അർഹമായ പല സ്ഥലങ്ങൾക്കും അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ജാതി സെൻസസ് നടത്തണം എന്നുള്ള ആവശ്യമാണ് ശക്തമായി ഉന്നയിച്ചിരുന്നത്. ആദ്യമെല്ലാം പാടെ എതിർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിനോടൊപ്പം തന്നെ സെൻസസിന്റെ ഭാഗമായിട്ട് തന്നെ ജാതി കണക്കെടുപ്പ് കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്.